കുരിശടിപ്പള്ളി. ആഹാ, അഷ്ടമുടി കായല്. തെക്കേ അതിർത്തിയാണ് കൊല്ലം ബൈപ്പാസ് പാലത്തിന്റെ ഉള്ളത്. 4 പെരുമൺ, 5 വെള്ളിമൺ, 6 അഷ്ടമുടി, 7 പ്രാക്കുളം, 8 കുരുവിപ്പുഴ. ഓ, അങ്ങനെ 8 മുടിയാണ് അഷ്ടമുടി. എന്തിനത്? അക്വേറിയത്തിലിടാനാ? കുറെ മീനുണ്ടോ വീട്ടില്? ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മേപ്പിൾ ന്യൂസിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലത്തുള്ള സമ്പ്രാണിക്കുടിയിലാണ്. അപ്പോൾ ബോട്ടൊക്കെ റെഡിയാണ്, പോകാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇവിടെ ടിക്കറ്റ് ചാർജ് ഒരാൾക്ക് 150 അല്ലേ വരണേ? ഒരാൾക്ക് 150 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. പിന്നെ 4 മണി വരെ ടിക്കറ്റ് കൊടുക്കുള്ളൂ. ഐലൻഡിൽ ചെന്നിട്ടുണ്ടെങ്കിൽ 5 മണി വരെ ഉള്ളൂ, അതിന് തിരിച്ചു വിടും. പിന്നെ എപ്പോഴും ബോട്ടുണ്ട് കേട്ടോ, പിന്നെ ടൈം ഇല്ലയെന്ന് തോന്നുന്നു. ബോട്ട് എപ്പോഴും ഉണ്ട് ഇവിടുന്ന്. പിന്നെയുള്ളത് ചെരുപ്പ് യൂസ് ചെയ്യാൻ പറ്റില്ല. ചെരുപ്പ് ഇവിടെ വെച്ചിട്ട് വേണം നമുക്ക് ബോട്ടിൽ കയറി പോകാനായിട്ട്. വേറെ എന്തൊക്കെയാണ് റെസ്ട്രിക്ഷൻസ്, ഇതൊക്കെയാണുള്ളത്. അപ്പോൾ ഞങ്ങൾ പോകാൻ റെഡിയായി നിൽക്കുകയാണ്. ഞാനും എൻ്റെ ഫ്രണ്ടും ഉണ്ട്. ദേ ഒരു ഹായ് പറഞ്ഞടി. അവൾ കൊല്ലത്തുകാരിയാണ്, പക്ഷേ ഇതൊരാൾ സമ്പ്രാണിക്കുടി കണ്ടിട്ടില്ല. ഞാൻ തൃശ്ശൂരിൽ നിന്ന് ഇവളുടെ അടുത്ത് വന്നതാണ്. അപ്പോൾ പിന്നെ എന്തായാലും സമ്പ്രാണിക്കുടി കാണണം. അപ്പോൾ അതിലേക്കുള്ള യാത്രയാണ്. അപ്പോൾ വിശേഷങ്ങൾ നമുക്ക് കാണാം. ഓക്കെ. അവിടെ റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ഫുഡ് കഴിക്കണമെങ്കിൽ ഫുഡ് കഴിക്കാനുള്ള റെസ്റ്റോറൻ്റ് ഉണ്ട്. ലേറ്റായിട്ട് വരികയാണെങ്കിൽ അവിടെ ഫുഡ് ഉണ്ടാവില്ല. ഞങ്ങൾ തിരിച്ചൊന്ന് 5 മണി ആയതുകൊണ്ട് ഫുഡ് കഴിക്കാനുള്ള ഓപ്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. എക്സ്ട്രാ ഡ്രസ്സ് കൈ പിടിച്ചാൽ നല്ലതാണ്, പ്രത്യേകിച്ച് കുട്ടികൾക്കായാലും വലിയവർക്കായാലും അവിടെ കളിക്കുമ്പോൾ നനയാണെങ്കിൽ എക്സ്ട്രാ ഡ്രസ്സ് പിടിച്ചാൽ നല്ലതാണ്. ഞങ്ങൾ എക്സ്ട്രാ ഡ്രസ്സൊന്നും പിടിച്ചിരുന്നില്ല, കാരണം ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടേ ഉണ്ടായിരുന്നില്ല. സമ്പ്രാണിക്കുടി പോകണം, പക്ഷേ ഇന്ന് പോകുന്നുള്ള പ്ലാനൊന്നും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. പിന്നെ ബോട്ട് എടുക്കാനായിട്ട് കുറച്ച് ലേറ്റായി, കാരണം അതിൽ ബോട്ടിലെ ആൾക്കാരായാലും ബോട്ട് എടുക്കുള്ളൂ. എപ്പോഴും ബോട്ട് ഉണ്ട് അവിടെ, പക്ഷേ അതിലേക്കുള്ള ആൾക്കാർ വേണമല്ലോ. 2 പേരെ കൊണ്ട് സമ്പ്രാണിക്കുടി ബോട്ടിൽ പോകില്ല. വെക്കേഷൻ ആണെങ്കിൽ പോകാൻ പറ്റുന്നവരൊക്കെ ഒന്ന് പോകും കേട്ടോ. അടിപൊളി പ്ലേസാണ്. കൊല്ലത്ത് പോയിട്ടുണ്ടെങ്കിൽ മസ്റ്റായിട്ട് പോകേണ്ട 2 പ്ലേസാണ് സമ്പ്രാണിക്കുടിയും പിന്നെ മണ്ടോത്തുരുത്തും. മണ്ടോത്തുരുത്ത് ഒരു രക്ഷയില്ല, സമ്പ്രാണിക്കുടി പിന്നെ പറയാനുമില്ല, അത്രയും സൂപ്പർബാണ്. നമ്മളവിടെ പോയില്ലെങ്കിൽ, കൊല്ലത്ത് പോയിട്ട് അവിടെ എത്തിയില്ലെങ്കിൽ മിസ്സാവും. ഓ, സ്റ്റെപ്സ് ഉണ്ട് കേട്ടോ. ഹായ് ഹായ്. She is from Karnataka, right? Your name? Bangalore. Disha and Dia. ഇത് ദിശ കേട്ടോ. ഒറ്റയ്ക്കാണ് അവൾ വന്നിരിക്കുന്നത് കേരളം എക്സ്പ്ലോർ ചെയ്യാനായിട്ട്. ദിശയുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എനിക്ക് തോന്നുന്നു ആലപ്പുഴയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ അവൾ ചോദിച്ചു. എനിക്ക് അവളെ കണ്ടപ്പോൾ സ്വയം കിണറ്റി ചാടാൻ തോന്നി. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് കേരളം കാണാൻ പോകണം. ഇപ്പോഴായിട്ടും ആദ്യമായിട്ടാണ് ഞാൻ കൊല്ലത്ത് പോകുന്നത്. ആദ്യമായിട്ട് കേരളത്തിൽ ഇത്രയും നാൾ ജനിച്ച് വളർന്നിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് കൊല്ലത്ത് പോകുന്നത്. അപ്പോൾ ഇതൊക്കെ ആലോചിച്ച് നോക്കിയാൽ പിന്നെ അവളെ വീട്ടുകാരുടെ സപ്പോർട്ട് എപ്പോഴും ഉണ്ട് അവളെ കൂടെ. ഫോൺ വിളിച്ചിട്ടായാലും അവരെ സ്റ്റേ ആയാലും കാര്യങ്ങളായാലും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ദിശേനെ. പക്ഷേ ആ വീട്ടുകാരുടെ ധൈര്യം ഉണ്ടല്ലോ, അവൾ ഒറ്റയ്ക്ക് വിടാനുള്ള ഒരു ധൈര്യം, അതിനെ സമ്മതിച്ചേ പറ്റും. ഇവിടെ ഞാൻ ഒന്നും പറയണില്ല എൻ്റെ കാര്യം. നൈസ് എക്സ്പീരിയൻസ്. ഇവിടെ വന്നാലുണ്ടല്ലോ നമുക്ക് ഇവിടുന്ന് കയറാൻ തോന്നില്ല. അതാണ് നമ്മൾ ടൈം എടുത്തോടെ വരണം കേട്ടോ. ഞങ്ങൾ ഉച്ചയ്ക്ക് ശേഷം ഒരു 3 മണിക്കൊക്കെ ഇവിടെ ഇറങ്ങിയത്. അതാണ് ഞങ്ങൾക്ക് അധികം ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല. എന്നാലും ഞങ്ങൾക്ക് അവിടെ നിന്ന് പോരണേ ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ ഒരു വഞ്ചി ഉണ്ടല്ലോ, ഈ ഒരു വഞ്ചിക്ക് 50 രൂപയാണ് ഒരാൾക്ക്. നമ്മളത് ഫുൾ ചുറ്റി കാണിക്കും. കുറേ അത് ജോയിച്ചായിട്ടാണ് ഓടിച്ചിരുന്നത്. കുറേ ഐലൻഡ്സും കാര്യങ്ങളും അവിടുത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ ചുറ്റി കാണിക്കും. ഇനി സെപ്പറേറ്റ് നമുക്ക് ഐലൻഡ്സിൽ പോകണമെങ്കിൽ ചോദിച്ചിട്ടാണ് അത് അറേഞ്ച് ചെയ്ത് തരും കേട്ടോ. ഞങ്ങൾക്ക് പിന്നെ അതിനുള്ള ടൈം ഉണ്ടായിരുന്നില്ല. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വെള്ളത്തിൽ എൻജോയ് ചെയ്യാനും ഫോട്ടോയും വീഡിയോ എടുക്കാനും നേരം ഉണ്ടാവുള്ളൂ. അത്രയും വ്യൂ ആണ്, അത്രയും നമുക്ക് ഫോട്ടോ ഒക്കെ അടിപൊളിയായിട്ട് കിട്ടുന്നൊരു പ്ലേസാണ് കേട്ടോ ഇത്. സാമ്പ്രാണിക്കുടി എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് ഞങ്ങൾ ജോയിച്ചേട്ടൻ്റെ വെള്ളത്തിൽ കയറി. ഒരാൾക്ക് 50 രൂപയാണ് കേട്ടോ. നിങ്ങളവിടെ കണ്ട ഉറപ്പായിട്ട് കയറിക്കോ, നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമാവില്ല. കാരണം അത് മുഴുവൻ ചുറ്റി കാണിച്ച് ജോയിച്ചേട്ടൻ തരും. പിന്നെ അവൾ വെറുതെ തുഴയുന്നതാണ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്, അല്ലാണ്ട് ആ വെള്ളം പോകുന്നത് മോട്ടറിലാണ് പോകുന്നത്. അവളങ്ങനെ തുഴഞ്ഞുകൊണ്ടിരിക്കും. നീ തുഴഞ്ഞിട്ടല്ല നീങ്ങുന്നത്, അങ്കിള് തുഴയുന്നേട്ടാ. അവളുടെ തള്ളലുണ്ടായിരുന്നു, അവള് തുഴഞ്ഞിട്ടാണ്. ഈ വഞ്ചിക്കകത്ത് പക്ഷെ പോണില്ലല്ലോ. അതേതാ ചർച്ച്?
ആ ഓക്കെ, വലത്തോട്ട് തിരിഞ്ഞ 4ാമത്തെ വീട്. അതൊരു സിനിമയുടെ പേരല്ലേ? അല്ല, അതേത് ചർച്ച്? പള്ളി ഏതാ? പള്ളി കുരിശടി പള്ളി. ആഹാ, 70 വീടുണ്ട് അതിനകത്ത്. അമ്പോ, എത്ര ഏക്കറയാ? ഓഫ് ചെയ്തേ. വീടുണ്ട് ഇതിനകത്തപ്പോ, പള്ളിയുണ്ട്, പിന്നെ കടകളൊക്കെ ഉണ്ട്. അപ്പൊ എങ്ങനെ നിങ്ങൾ ഇവിടെ എത്താ? എങ്ങനെ വരിക? വള്ളത്തിൽ തന്നെ? അപ്പൊ ഇതിന്റെ പേരെന്താ? ഇതിന്റെ തോമസ്. ഈ ഐലൻഡിന്റെ പേര് ജോസഫ് അല്ലേ? ഈ ഐലൻഡ് ജോസഫ്. അതെന്താ, ഫിഷ് ആണോ? അതെന്താ അത്? കല്ലുമ്മക്കായ? കക്ക വരുന്ന. ആഹാ. ഞാൻ ഈ ഉറക്കെ സംസാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മോട്ടോ ഒന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. അതാണ് ആ ഉറക്ക വോളിയം ആയിട്ട് പോകുന്നത്. കുറേ ഐലൻഡ്സ് കാണാം കേട്ടോ. നമുക്ക് അതൊക്കെ വെള്ളത്തിൽ തന്നെ പോകാൻ പറ്റുള്ളൂ. നമുക്ക് ടൈം ഉണ്ടെങ്കിൽ ജോയി ചേട്ടൻ അതൊക്കെ കൊണ്ട് കാണിച്ചു തരും. പക്ഷെ നമുക്ക് ടൈം ഉണ്ടായിരുന്നില്ല, അതാണ് പറ്റിയത്. ആരൊക്കെയുണ്ട്? 2 മക്കൾ, 2 മരുമക്കൾ, 2 ചെറുമക്കൾ. എല്ലാവരും ഇവിടെ തന്നെ? സമ്രാണിയെ കൂടി വിട്ട് പറയും. അഷ്ടമുടിക്കായല് തെക്കേ അതിർത്തിയാണ്. കൊല്ലം ബൈപ്പാസ് പാലത്തിന്റെ ഉള്ളത്. കൊല്ലം ബൈപ്പാസ് ഇത് ബൈപ്പാസ് പാലം. ഇത് വടക്കോട്ട് കാണുന്ന അഷ്ടമുടിക്കായൽ. വടക്കോട്ട് മൺട്രോ തിരിച്ചു പോവാം. പിന്നെ ഇങ്ങനെ വടക്ക് തിരിഞ്ഞു പോവാ ആലപ്പുഴ റൂട്ട്. ആലപ്പുഴ റൂട്ടിൽ പോവാം. ദേശീയ ജലപാതയാണ്. ഈ 4 ഭാഗം വെള്ളം ചുറ്റപ്പെട്ടിടക്കുന്നതാണ് ഐലൻഡ്. 3-5 ഈ ഒരു 13-14 ഐലൻഡുകൾ വരും. ഇവിടെ 14 ഐലൻഡ്. നീണ്ടകര പാലം മുതൽ ചാമണക്കോടി വരെ, പ്രാക്കുളം വരെ, ചാമണക്കോടി വരെ ഒരു 13-14 ഐലൻഡ് ഉണ്ട്. അതാണ് ഫാത്തിമ, സെന്റ് തോമസ്, സെന്റ് ജോർജ്, സെന്റ് ജോസഫ്, പുത്തൻതുരുത്ത്, അറളപ്പൻ ഐലൻഡ്, പഞ്ചായത്ത് ഐലൻഡ്, ഒരുപാട് ഐലൻഡുകളുണ്ട്. അവിടെ എത്ര വീടുകളുണ്ട്? അവിടെ സെന്റ് തോമസില് 75 ഉണ്ട്. അതിനേക്കാളും കൂടുതൽ ഉണ്ടാവോ? കൂടുതലുണ്ട് അല്ലേ? ഇപ്പോൾ ഈ ഐലൻഡിന്റെ ഏറ്റവും കൂടുതൽ വീടുള്ളത് ഫാത്തിമാരഞ്ച് ഒറ്റ ഇരിക്കുകയാണ്. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് മാറി കഴിഞ്ഞാൽ പിന്നെ 3-4 ഐലൻഡുകൾ ഒരുമിച്ചിരിക്കുക. ആദ്യ ഐലൻഡായിരുന്നു, ഒന്നിച്ച്. അങ്ങനെ പോയാൽ നീണ്ട പാലം വരെ ഒരു 1000-700 വീടുകൾ ഉണ്ടാവും. അപ്പൊ അവിടെ പോണെങ്കിലും വഞ്ചിക്കന്നെ, വേറെ രക്ഷയില്ല, റോഡില്ല. എവിടെ പോണെങ്കിലും വഞ്ചി പോകണം. നിങ്ങൾക്ക് ഇഷ്ടമാണോ ഇങ്ങനെ വഞ്ചി പോണത്? നമുക്ക് സുഖമില്ല, നമുക്ക് ആരെയും പേടിക്കണ്ട, കള്ളന്മാരെ പേടിക്കണ്ട. നമ്മുടെ ഇവിടെ ഉറങ്ങാം, കള്ളന്മാരെ പേടിക്കണ്ട. അതിൽ ആരും വെള്ളന്മാരെ എടുത്തില്ല. ഇവിടെ കള്ളന്മാരെ എടുത്തുള്ളൂ. അവിടെയുള്ള കള്ളന്മാരുള്ളൂ. അഷ്ടമുടിക്ക് 8 മുടിയാ. അഷ്ടമുടിക്ക് 8 മുടിയാ. അതാണ് അഷ്ടം കേട്ടോ, അതാണ് അഷ്ടം. അഷ്ടമുടി 8 മുടി. അങ്ങനെ 8 മുടി കൊണ്ടത്. 8 മുടിയുടെ പേര് പറഞ്ഞേ? 1 തെക്കമ്പാവ്, 2 കോയവല, 3 മട്ടത്തുറത്ത്, 4 പെരുമൺ, 5 വെള്ളിമൺ, 6 അഷ്ടമുടി, 7 പ്രാക്കുളം, 8 കുരുവിപ്പുഴ. ഓ, അങ്ങനെ 8 മുടിയാണ് അഷ്ടമുടി. കോർപ്പറേഷൻ അഷ്ടമുടി പറയുന്നു. അതിലിവിടെ ഇവിടെയാണ് നമുക്ക് നടക്കാൻ പറ്റുന്നത്. ഇവിടെ മാത്രമല്ല, ഇതുപോലെ വേറെ സ്പേസ് വേറെ ഉണ്ട്. ഈ ദേശീയപാത വീതി കൂട്ടിയപ്പോഴേ 98 ഈ മുടിയിലെ എല്ലാ മത്സ്യത്തൊഴിലാളികളെ മത്സ്യപിടുത്തം ഇവിടുന്ന് നടന്നാലേ മോളെ ഈ തെക്കുംപാവം പള്ളിയില്ലയോ, അവിടം വരെ ചെല്ലാൻ ഞങ്ങള് നടന്ന പള്ളിയുടെ മുമ്പ് ഞങ്ങൾ നടന്നു. എല്ലാവർക്കും ഒക്കത്തില്ല. നിങ്ങൾക്ക് എക്സ്പീരിയൻസ്ഡ് അല്ലേ? ഞങ്ങളിതൊന്ന് ചുറ്റി നടക്കാൻ റൗണ്ട് ചെയ്ത് വരാം. ഒന്ന് റൗണ്ട് ചെയ്തിട്ട് വരാം. ഇതിൻ്റെ ഉള്ളിലൊക്കെ നിറച്ചിങ്ങനെ മരത്തിൻ്റെ കുറ്റികളുണ്ട്. അപ്പോൾ അത് സൂക്ഷിക്കണം, അല്ലെങ്കിൽ കാല് നല്ല വേദന എടുക്കും. എനിക്കൊരു ഒന്ന് കിട്ടി. അപ്പോൾ അത് നന്നായി സൂക്ഷിക്കണം. പിന്നെ നിറച്ച് പായലൊന്നും വലിയ പ്രശ്നമില്ല കേട്ടോ. പായലൊന്നും വലിയ പ്രശ്നമില്ല. നമ്മൾ കാലൊന്നും ചുറ്റി പിടിച്ച് സീനൊന്നും ആവത്തില്ല. പായൽ പ്രശ്നമില്ല. ഒരുപാട് വേസ്റ്റ് ഉണ്ട് കേട്ടോ അവിടെ. ഇതിൻ്റെ ഉള്ളിലൊക്കെ വേസ്റ്റ് തങ്ങി നിൽക്കുക. പിന്നെ ഇവിടെ കൊണ്ടുവിട്ട വേസ്റ്റ് ആയിരിക്കത്തില്ല. പിന്നെ അവിടെ കുറേ കുട്ടികൾ വന്നിട്ട് കാണാനായിട്ട് കണ്ട. കുട്ടികളെ എൻജോയ് ചെയ്യണുണ്ട്. തിമിർത്ത ആടാണ്. അപ്പോൾ എക്സ്ട്രാ ഡ്രസ്സ് പിടിക്കുന്നത് നന്നായിരിക്കുന്നു വന്നത് ഇതുകൊണ്ടാണ്. ഒരുപാട് പേരുണ്ട്.
മൊബൈൽ ഞാനും അറിയും. എവിടേക്കാണ് വഞ്ചിക്കൊണ്ട്? എവിടേക്കാ എവിടേക്കാ? അടുത്ത ആൾക്കാരെ എടുക്കാനാ? പിടിക്ക്. അങ്ങനെ അവിടെ പോയി ഞാനും കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു കേട്ടോ. സത്യം പറഞ്ഞാൽ അവിടെ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഫോട്ടോസും വീഡിയോ എടുക്കാൻ മറന്നു പോകും. നമ്മൾ ആ അത്രയും ഭംഗിയുള്ള സ്ഥലത്ത്, നമ്മൾ ആഗ്രഹിച്ചിരുന്ന ഒരു സ്ഥലത്ത് നമ്മൾ എത്തുമ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ മറന്നു പോകും. ഞാൻ ഇത്രയും ഭംഗിയുള്ള സ്ഥലത്ത് പോയിട്ട് നല്ല വീഡിയോസ് എടുത്തു പറയാം, നല്ല ഫോട്ടോസ് എടുത്തെന്ന് പറഞ്ഞാൽ ഞാൻ പറയും എടുത്തില്ല എന്ന് തന്നെ പറയും. അവിടെ കാണാനും അവരോട് സംസാരിക്കാനും അത് ഭംഗി ആസ്വദിക്കാനും ഞാൻ എപ്പോഴും പോകും. അതിനിടയ്ക്ക് ഞാൻ വീഡിയോൻ്റെ കാര്യം മറന്നു പോകും. അക്വേറിയത്തിലിടാനാ? കുറെ മീനുണ്ടോ വീട്ടില്? നല്ലോണം ക്ലീൻ ചെയ്തിട്ടിട്ടോളൂ. ഇവിടെ ഫുൾ ചുറ്റി കണ്ടു. സമയം 4:30, 5 മണി വരെ ഇവിടെ ഉള്ളൂ. അത് കഴിഞ്ഞ് ഇവിടുന്ന് പോകണം, ബോട്ട് വരും, അപ്പോൾ പോകണം. സാമ്പ്രാണിക്കുടിയിൽ നിന്ന് നേരെ പോയത് മണ്ടോത്തുരുത്താണ്. ബ്യൂട്ടിഫുൾ, ഒന്നും പറയാനില്ല. നമ്മളൊക്കെ ഗൂഗിളടിച്ച് നോക്കിയാൽ മണ്ടോത്തുരുത്ത് അടിച്ച് കാണുന്ന ആ സീനൊക്കെ അവിടെ ചെന്ന് കണ്ടപ്പോൾ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു മണ്ടോത്തുരുത്ത് ഇങ്ങനെയാണ്, ഈ സ്ഥലമാണ് മണ്ടോത്തുരുത്തൊന്നും അറിയില്ലായിരുന്നു. അവിടെ ചെന്നപ്പോഴാണ് നമ്മൾ ഈ സീൻ കാണുന്നത്. എല്ലാത്തിലും നമുക്ക് ഗൂഗിളടിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മിക്ക പിക്കിലും നമുക്ക് ഈ ഒരു സീൻ നമുക്ക് കാണാൻ പറ്റും. അവിടെ ചെന്നപ്പോൾ അത്രയും ത്രിൽഡായിരുന്നു ഞങ്ങൾ. ഇന്ന് കൊല്ലത്ത് ചെന്നിട്ടുണ്ടെങ്കിൽ അവിടെ റെസ്റ്റ് എടുക്കണം, സ്റ്റേ ചെയ്യണം, അവളുടെ വീട്ടിൽ സ്റ്റേ ചെയ്യണം എന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾക്ക് സാമ്പ്രാണിക്കുടി പോകണം, പക്ഷേ ഇന്ന് പോകണമെന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞങ്ങൾ സാമ്പ്രാണിക്കുടി പോയി, മണ്ടോത്തുരുത്ത് പോയി, എല്ലാം പക്കയായിരുന്നു, ഒരു പ്ലാൻ ഇല്ലാത്തതുകൊണ്ട്. നെക്സ്റ്റ് ഡേ ഞങ്ങൾക്ക് ഒരുപാട് പ്ലാനായിരുന്നു, എല്ലാം കട്ട ഫ്ലോപ്പായിരുന്നു. ഇനി വരുന്ന പാർട്ട് മണ്ടോത്തുരുത്തിലെ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ, ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ.